അസ്സാം വലൈക്കും വരഹമത്തുള്ള. നഹ്മദുഹു നുസല്ലി അലാ റസൂലിഹിൽ കരീം അമ്മാബാദ്. സഹോദരങ്ങളെ, എൻ്റെ നാട്ടുകാരെ, നിങ്ങളുടെ മുൻപിൽ ഒരു അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ സുലൈമാൻ സേട്ട് നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്നത്. നാളെ തിങ്കളാഴ്ച നമ്മുടെ മദ്രസയിൽ നിബിദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഉച്ചഭക്ഷണം വിളമ്പുന്നുണ്ടല്ലോ. അതിന് തീർച്ചയായും അത് അള്ളാഹുവിൻ്റെ ഒരു നിഅമത്താണ്, അള്ളാഹുവിൻ്റെ തൗഫീഖാണ്. ഈ തൗഫീഖിന് അവസരം നൽകിയിട്ടുള്ള, ഇതിന് കാരണക്കാരനായിട്ടുള്ളൊരു വ്യക്തിയുണ്ട്. അത് എൻ്റെ വല്ലിപ്പ, പിതാവിൻ്റെ പിതാവ് അബ്ദുൽ ലത്തീഫ് സേട്ട് അവറുകളാണ്. ആ മഹാൻ 64 ഏക്കറോളം സ്ഥലം വഖഫ് ചെയ്തു വെച്ച് കഴിഞ്ഞപ്പോൾ അതിൽ നിന്നുള്ള വരുമാനത്തിൽ നിന്നാണ് നാളെ നമ്മൾ ഏകദേശം 1000-ഓളം ആളുകൾക്ക് ഭക്ഷണം വിളമ്പുന്നത്. അപ്പോൾ ഇവിടെ എനിക്ക് സമർപ്പിക്കാനുള്ള അപേക്ഷ എന്തെന്നാൽ, നാളെ നിങ്ങൾ മദ്രസയിൽ വരുന്ന സമയത്ത് എല്ലാവരും തന്നെ ഈ സ്വത്തുക്കൾ വഖഫ് ചെയ്തിട്ടുള്ള എൻ്റെ വല്ലിപ്പയായിട്ടുള്ള, പിതാവിൻ്റെ പിതാവായിട്ടുള്ള അബ്ദുൽ ലത്തീഫിന് വേണ്ടിയിട്ട് നിങ്ങൾ ദുആ ചെയ്യണം. ആരുടെ ദുആ അള്ളാഹു കബൂൽ ചെയ്യുമെന്ന് അറിയാൻ കഴിയുകയില്ലല്ലോ. നിങ്ങളിങ്ങനെ പറയുക: അള്ളാഹുവേ, ഇതിനു വേണ്ടിയിട്ട് ഈ ഭക്ഷണം നൽകാനും അതുപോലെ തന്നെ വഖഫ് സ്വത്തുക്കൾ ചെയ്തുകൊണ്ട് പാവങ്ങളെ സഹായിക്കുമൊക്കെ ചെയ്തിട്ടുള്ള അബ്ദുൽ ലത്തീഫ് സേട്ട് എന്ന് പറയുന്ന വ്യക്തിക്ക് അള്ളാഹു പുറത്തു കൊടുക്കുകയും അദ്ദേഹത്തെയും നമ്മളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരികയും ചെയ്യണമേ എന്ന് നിങ്ങൾ ഓരോരുത്തരും ദുആ ചെയ്യാം. ഒപ്പം തന്നെ ഈ അബ്ദുൽ ലത്തീഫിൻ്റെ മകനായിട്ടുള്ള ഹസൻ സേട്ട്, എൻ്റെ പിതാവാണ് ഹസൻ സേട്ട്, അദ്ദേഹം മരണപ്പെട്ടത് റബീഉൽ അവ്വൽ 12-നാണ്. അപ്പോൾ മദ്രസയിൽ വരുന്ന സമയത്ത് നിങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യുക. കൊല്ലം കണക്കാക്കി ദുആ ചെയ്യലോ, കൊല്ലം കണക്കാക്കിയിട്ട് ഭക്ഷണം കൊടുക്കലോ, അതിനൊന്നും ഇസ്ലാമിക പ്രമാണങ്ങളില്ല എന്നുണ്ടെങ്കിലും എപ്പോഴും നിങ്ങൾ എൻ്റെ പിതാവിനെ നിങ്ങളുടെ ദുആയിൽ ഓർമ്മിക്കുക, ഹസൻ സേട്ട്. അപ്പോൾ നിങ്ങൾ അള്ളാഹുവിനോട് ഇങ്ങനെ ദുആ ചെയ്യുക: തിങ്കളാഴ്ച നിങ്ങൾ മദ്രസയിൽ വരുന്ന സമയത്ത്, അള്ളാഹുവെ, മരണപ്പെട്ടു പോയ ഹസൻ സേട്ട്, വാഖഫിയുടെ മകനായിട്ടുള്ള ഹസൻ സേട്ട്, അദ്ദേഹത്തിന് നീ പുറത്തു കൊടുക്കുകയും അദ്ദേഹത്തെയും ഞങ്ങളെല്ലാവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരികയും ചെയ്യണമേ എന്ന് എൻ്റെ പിതാവിന് വേണ്ടി ഒരു ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം നിങ്ങളോട് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. മറന്നു പോകരുത്. ജസാക്കല്ലാഹ് ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.